എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഇന്ദുസ് ലൈഫ് സ്റ്റൈൽ. ഇത് കണ്ടോ, ഇതാണ് വഷല വഷല വയല എന്നൊക്കെ പറയും. ആ ഒരു ചീരയാണിത്. ഒരു തരം ചീരയാണ്. വളരെ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ഉള്ള ഹെൽത്ത് ബെനിഫിറ്ററി ആയിട്ടുള്ളൊരു ചീരയാണിത്. മാത്രമല്ല ഇത് ധാരാളം ഉണ്ടാവും. പക്ഷേങ്കിൽ ഇതിനൊരു വഴുക്കലും ഇതൊക്കെ ഉണ്ടാവും. പൊതുവേ പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നിരുന്നാലും ആരോഗ്യപരമായി നോക്കിയാൽ ഇത് വളരെ നല്ലൊരു ചീരയാണ്. ഇതിൻ്റെ തണ്ടും ഇലയും ഒക്കെ കഴിക്കാം. ഞാനിപ്പോൾ ഇവിടുന്ന് ഇത് ഒന്ന് ശരിയാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ മൂത്ത തണ്ട് നമുക്ക് സാമ്പാറിലൊക്കെ ഇടാം. ഇപ്പോൾ ഞാൻ ഒരു പരിപ്പ് കറി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് കഴുകി എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, തക്കാളി, പിന്നെ വെളുത്തുള്ളി, കാന്താരി മുളക് കണ്ടില്ലേ. ഈ മുളകൊക്കെ ഇട്ടിട്ട് ഇത് വെക്കുകയാണെങ്കിൽ ശകലം പരിപ്പും ചേർത്താണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഈ അറ്റമൊക്കെ ഇതിൻ്റെ വളരെ സോഫ്റ്റായ തണ്ട് അറ്റത്തെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കറിയിൽ ഉപയോഗിക്കാം. അപ്പം ഞാനിത് കഴുകി എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇനി ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ഇത് കണ്ടില്ലേ, കുറച്ചൊരു വഴുക്കലുണ്ടാവും ഇതിന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം നമുക്ക് ഇത്ര കുറച്ചേ ഉണ്ടാക്കണ്ടോ. ഞാൻ കുറച്ച് പരിപ്പ് എടുത്ത് വെച്ചിട്ടുള്ളത് കണ്ടില്ലേ. ഇത്രയും പരിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. 1 ഗ്ലാസ് പരിപ്പാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇത്രയും ഈ ചീര ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഈ ഇലയൊക്കെ എടുത്ത് അരിഞ്ഞെടുക്കാം. ഇത് ഞാനിപ്പോൾ പരിപ്പ് കഴുകി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പകുതി തക്കാളി ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു പകുതി തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പകുതി തക്കാളി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക്. ഇതെന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ ഈ ചീര ഇത്തിരി ഒരു വഴുക്കലുള്ള ചീരയാണ്. അപ്പോൾ അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി പുളി ചേർത്ത് ചെയ്താൽ അത് കുഴപ്പമുണ്ടാവില്ല. കുഴപ്പമില്ലെങ്കിലും ഉണ്ടാവുന്നില്ല, പക്ഷേങ്കിൽ അത് നമ്മളെ രുചിയെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇനിയിപ്പോൾ ഈ ചീരയും അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, പരിപ്പിനകത്തേക്ക്. ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി. ഒരു പകുതി തക്കാളി, പിന്നെ ഇനി മുളക് ചേർത്ത് കൊടുക്കാം. കാന്താരി മുളകാണ് അത്. ഇതിലേക്ക് ഞാൻ ഒന്ന് പിളർത്തിയിട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ശരിക്കും അത് 2 എണ്ണം മതി. കാരണം കുറച്ചേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. ഇനിയൊന്ന് അല്പം മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് ശരിയാക്കുമ്പോൾ ഇത് പാകത്തിനാവും. ഇനിയിപ്പോൾ ഈ അരിഞ്ഞെടുത്ത ചീര, പരിപ്പ്, തക്കാളി, കാന്താരി മുളക് ഇത്രയും കൂടെ ഒന്ന് നമുക്ക് പ്രഷർ കയറ്റിയെടുക്കാം. ഉപ്പും മഞ്ഞളും ചേർത്ത് പ്രഷർ കയറ്റിയെടുക്കണം. ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പ്. ഇതുപോലെ ചെറുതായി അരിഞ്ഞിടണം ഉള്ളി. പിന്നെ നമ്മൾ കുറച്ച് ഉണ്ടാവുമ്പോൾ ഇതൊക്കെ ശ്രദ്ധയോടെ ചെയ്യണം. വളരെ ചെറുതായി അരിഞ്ഞിടാൻ ശ്രദ്ധിക്കുക. ഇത് കുറേ ഉണ്ടാകുമ്പം കുറച്ച് വലുതായി പോയാലൊന്നും കുഴപ്പമില്ല, കാരണം അതൊക്കെ വെന്ത് പാകം വരും. പക്ഷെ കുറച്ചാവുമ്പോൾ ഇതൊക്കെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതുണ്ട്. ഇനി വെളുത്തുള്ളിയും അതുപോലെ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം നമുക്ക്. വെളുത്തുള്ളി ഒന്നിങ്ങനെ ചതച്ചെടുക്കുന്നത് നന്നാവും. അരിഞ്ഞെടുക്കുന്നതിനേക്കാണ് നല്ലത് ഇതുപോലെ ചതച്ചെടുക്കുന്നതാണ്. കണ്ടില്ലേ, ഇത്രയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇനി ഇത് കറിവേപ്പിലയും കൂടെ ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതൊക്കെ കൂടെ ഇനിയൊന്ന് ആ വേവിച്ചെടുത്ത പരിപ്പും ചീരയും കൂടെ വേവിച്ചെടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് വെറുതെ ചേർത്ത് കൊടുക്കാമല്ല, എണ്ണയിലൊക്കെ വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കണം. നമുക്കത് അങ്ങനെ ചെയ്യാം. പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കാം. പിന്നെ കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇടണം.
കറിവേപ്പില ഇട്ടു. പിന്നെ ചതച്ചെടുത്ത വെളുത്തുള്ളി, അരിഞ്ഞെടുത്ത സവാള, അതൊന്ന് ഇളക്കി മൂപ്പിക്കണം. നല്ലപോലെ ഇളക്കി ഒന്ന് പാകമായി വന്ന ശേഷം അതിലേക്ക് പൊടിവർഗ്ഗങ്ങളും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കണം. ആദ്യം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ കുറച്ച് ചേർക്കുന്നത് നമ്മൾ കുറച്ച് മാത്രമേ കറി ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ ബാക്കി തക്കാളി, നേരത്തെ പരിപ്പിൽ പകുതി തക്കാളി, ഒരു സാമാന്യം വലിപ്പമുള്ളൊരു തക്കാളി ആയിരുന്നു. അപ്പോൾ അത് പകുതി അതിലേക്ക് ഇട്ട് കൊടുത്തു, പകുതി ഇപ്പോൾ ഇതിലേക്ക് വഴറ്റിയെടുക്കാൻ ഇട്ട് കൊടുക്കുകയാണ്. മല്ലിപ്പൊടിയും ശകലം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഈ വേവിച്ച് വെച്ച പരിപ്പ് ചീര മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ചാറ് ആവശ്യമുള്ള അത്രയും വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചോറിനൊക്കെ ആണെങ്കിൽ ശകലം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഇത്രയും വെള്ളം മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ചോറിനാണ് എടുക്കുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ കഴിക്കാറാവുമ്പോഴേക്ക് ഒന്ന് കുറുകി വരും. അതുകൊണ്ട് അല്പം കൂടെ ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്കൊന്ന് കുറുകി വരും. അപ്പോൾ ആ കുറുകലിൻ്റെ കണക്കും കൂടെ നോക്കിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചീര കണ്ടുപിടിച്ച് അത് ഉണ്ടാക്കി നോക്കണം. പൊതുവേ കണ്ണൂർ ഭാഗത്തൊക്കെ ഇത് കുറവാണ്. കാസർഗോഡാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. കന്നഡിഗാസിന് ഇത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.